വെൽക്കം ടു മനോരമ ഹൊറൈസൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയാസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് കണ്ടാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദി ഏരിയാസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. ലെറ്റ്സ് ലുക്ക് ഇൻടു ദിസ്. ആസ് വി ഓൾ നോ, ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് സ്ക്വയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, റോംബസ് ഉണ്ട്, ട്രപ്പീസിയം ഉണ്ട്, പാരലോഗ്രാം ഉണ്ട്. ഈ എല്ലാ ക്വാഡ്രിലാറ്ററൽസിന്റെയും ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൺ ബൈ വൺ നമുക്ക് നോക്കിയാലോ. ദ ഫസ്റ്റ് വെരി സിമ്പിൾ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് റെക്ടാങ്കിളും സ്ക്വയറും ആണ്. സോ ഇതിന്റെ ഏരിയ ഓൾറെഡി നമ്മൾ സ്മോളർ ക്ലാസ്സസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഏരിയാസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഫസ്റ്റ് നിങ്ങൾ റെക്ടാങ്കിളിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? സപ്പോസ് യു ഹാവ് എൽ ഓവർ ഹിയർ ആൻഡ് ബി, ദെൻ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. ഇനി സ്ക്വയറിന്റെ കേസിലാണല്ലോ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. സോ ഒരു സൈഡ് എ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സ്ക്വയർ ആണ് അല്ലേ. സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് പാരലോഗ്രാമിന്റെ, ട്രപ്പീസിയത്തിന്റെ, റോംബസിന്റെ ഒക്കെ ഏരിയാസ് ആണ്. നമുക്ക് വൺ ബൈ വൺ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്, ദേ ആർ ഈക്വൽ ആൻഡ് പാരലൽ അല്ലേ. സപ്പോസ് വി ഹാവ് ഹിയർ A, B and C, D. എയും ബിയും ഈക്വൽ ആയിരിക്കും ആൻഡ് ദേ ആർ പാരലൽ, ആൻഡ് സിയും ഡിയും ഈക്വൽ ആയിരിക്കും ആൻഡ് ദേ ആർ പാരലൽ. ഇനി ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഇക്വേഷൻ. പ്രൊഡക്റ്റ് ഓഫ് വൺ സൈഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. സോ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ സൈഡിനെ ഞാൻ ബി എന്ന് പറഞ്ഞെടുത്തു, ബേസ് സൈഡ്. ആൻഡ് ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പം ഇതാണല്ലോ ഉദ്ദേശിക്കുന്നത്, ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്, അത് എച്ച് എന്ന് പറഞ്ഞെടുത്താൽ ദെൻ ഏരിയ ഓഫ് എ പാരലോഗ്രാം ആസ് പെർ ദിസ് വി ക്യാൻ റൈറ്റ് ഏരിയ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. സോ വൺ സൈഡിന്റെ ദാറ്റ് സൈഡ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത്. സോ ഏരിയ ഓഫ് എ പാരലോഗ്രാം മീൻസ് ദ പ്രൊഡക്റ്റ് ഓഫ് വൺ സൈഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്. കാരണം ഈ സൈഡിന്റെ ലെന്ത് തന്നെയായിരിക്കും ആ സൈഡിന്റെ. സോ ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹൈറ്റ് ആണ് നമ്മളിവിടെ എച്ചിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർക്കാമല്ലോ, ഏരിയ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. നെക്സ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. Draw a parallelogram of side 5 cm and 6 cm with an area of 25 square cm. 25 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഏരിയ ഉള്ള ഒരു പാരലോഗ്രാം വിത്ത് വൺ സൈഡ് 5 സെന്റിമീറ്ററും അതർ സൈഡ് 6 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പം അത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ സ്റ്റെപ്സും തന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്സ് നോക്കിയിട്ട് നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാലോ. ആദ്യം തന്നെ നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. അറ്റ് ദ സ്ക്വയർ ഓഫ് സൈഡ് എന്താണ്? 5 സെന്റിമീറ്റർ. കാര്യം പാരലോഗ്രാമിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 5 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആദ്യം വരയ്ക്കാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് വിൽ ബി 5 സെന്റിമീറ്റർ. Here let it be A, B, C and D. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡ്രോ ആൻ ആർക്ക് ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ വിത്ത് സെന്റർ A ടു കട്ട് DC at E. അതായത് ഈ DC-നെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി എയിൽ നിന്ന് 6 സെന്റിമീറ്റർ, കാര്യം നമുക്കറിയാം 5 സെന്റിമീറ്റർ ഉള്ള നമ്മളിപ്പോൾ ഒരു റഫ് ഡയഗ്രാം വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയണം ഈ ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റേ സൈഡ് 6 സെന്റിമീറ്റർ വരണം അല്ലേ. സോ അങ്ങനെ വൺ സൈഡ് 5 സെന്റിമീറ്ററും മറ്റേ സൈഡ് 6 സെന്റിമീറ്ററും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്താണ്, വി ഹാവ് ടു ടേക്ക് 6 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഈ എയിൽ കുത്തിയിട്ട് കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് DC-യിലെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യുക. ഇവിടുന്ന് 6 സെന്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യണം. സോ സംവേ ഹിയർ ഇറ്റ് വിൽ കട്ട്. ദിസ് ഇസ് ദ പോയിന്റ് ഇ. അപ്പം അവിടുന്ന് ആ പോയിന്റിനെ അങ്ങ് ജോയിൻ ചെയ്യുക, A to E. So this much will be your 6 centimeter. Okay, ഇനി ഈ സൈഡ് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴത്തെ പാരലൽ സൈഡും, ഓപ്പോസിറ്റ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണല്ലോ. സോ ബിയിൽ നിന്നും നമുക്ക് കട്ട് ചെയ്യണം. സോ അതിനു വേണ്ടി വീണ്ടും ബിന്ന് 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഈ ലൈനിലേക്ക് ഒന്ന് കട്ട് ചെയ്യുക. അപ്പം സംവേ ഹിയർ ഇറ്റ് വിൽ ജോയിൻ. ആൻഡ് ഇയിൽ നിന്ന് 5ഉം അതും കൂടെ കട്ട് ചെയ്യുമ്പം രണ്ടും മീറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിലായിരിക്കും. സോ ജോയിൻ ദിസ് ബി ടു ദിസ് പോയിന്റ്. ലെറ്റ് ഇറ്റ് ബി F. Okay, so this is also your 6 centimeter. This will be your 5 centimeter.
ഇങ്ങനെയാണ് നമ്മൾ പാരലോഗ്രാം വരയ്ക്കുന്നത്. ആൻഡ് ദി ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് വാട്ട് 25 സെന്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റോംബസിന്റെ ഏരിയ ആണ്. ആസ് വി ഓൾ നോ, ഒരു റോംബസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓൾ ദി സൈഡ്സ് ഓഫ് എ റോംബസ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. അത് സ്ക്വയറിലെ പോലെ തന്നെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്. ഇനി ഡയഗണൽസ് ഓഫ് ദി ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ആൻഡ് റോംബസിനെ നമ്മൾ ഡയമണ്ട് എന്ന് പറഞ്ഞു വിളിക്കാറുണ്ട്. സോ ദീസ് ആർ ദ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് റോംബസ് ആണ്. അപ്പം നിങ്ങൾ ഇത് ഈ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററലും കൂടെ എടുത്ത് പഠിക്കുവാണെങ്കിൽ, രണ്ടും കൂടെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. കാര്യം രണ്ടിലും ക്വാഡ്രിലാറ്ററൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ, അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ഈ ഒരു പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം ഏരിയ ഓഫ് എ റോംബസ് എന്ന് പറയുന്നത് എന്താണ്? കാര്യം റോംബസിന്റെ ഡയഗണൽസ് രണ്ടും ഡിഫറെന്റ് ലെന്ത് ആണ്. ഇത് D1 ആൻഡ് ദിസ് ഡയഗണൽ D2 ആണെങ്കിൽ D1 is not equal to D2. അതറിയാമല്ലോ, രണ്ട് ഡയഗണൽസും ഈ ഡിഫറെന്റ് ലെന്ത് ആയിരിക്കും. സോ നമുക്കപ്പം ഏരിയ ഇൻ ടേംസ് ഓഫ് ഡയഗണൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഇസ് ഡയഗണൽ. സിമ്പിൾ, ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ചെയ്താൽ മതി. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ റോംബസ് വെൻ ദ ഡയഗണൽസ് ആർ ഗിവൻ. അണ്ടർസ്റ്റുഡ്? കാര്യം എന്താണ്? രണ്ട് ഡയഗണലും ഡിഫറെന്റ് ലെന്ത് ആണ്. സോ D1 ഇൻറ്റു D2 ബൈ 2 ചെയ്യുന്നതാണ് ഏരിയ ഓഫ് എ റോംബസ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ. ഓൾറെഡി നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ, അതിന്റെ സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ട എ സ്ക്വയർ എന്നുള്ളത്. ഇനി ഡയഗണൽ തരുമ്പോൾ എങ്ങനെയായിരിക്കും സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുക? എനി ഐഡിയ? കാര്യം ഇവിടെ സ്ക്വയറിന്റെ രണ്ട് ഡയഗണൽസ് ഉണ്ട്, D1 D2. പക്ഷേ ഈ D1 D2 ഇവിടെ എന്താണ്? റോംബസിലെ പോലെ ഡിഫറെന്റ് ലെന്ത് അല്ല, ദേ ആർ ഈക്വൽ. D1 is equal to D2 or we can write as D. അപ്പം നമ്മുടെ മുമ്പേ റോംബസിന്റെ ഇക്വേഷനകത്ത് നമ്മൾ കണ്ട അല്ലേ, റോംബസിന്റെ ഇക്വേഷനകത്ത് ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഇനി ഈ D1 D2 ഈക്വൽ ആകുമ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് ഇൻറ്റു D ഇൻറ്റു D എന്നല്ലേ, or we can write D square by 2. So this is actually the area of a square. അപ്പം ഡയഗണൽസ് തന്നാലും നമുക്ക് എന്താണ് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. മേ ബി സൈഡ് ആയിരിക്കത്തില്ല തരുന്നത്, ഡയഗണലിന്റെ ലെന്ത് ആയിരിക്കും തരാം. ഒരു ഡയഗണൽ തന്നാൽ മറ്റേ ഡയഗണലും ഈക്വൽ ആയതുകൊണ്ട് ആ ഒരു റോംബസിന്റെ ഇക്വേഷനെ നമ്മൾ എന്താണ് ഹാഫ് ഇൻറ്റു D സ്ക്വയർ എന്ന് പറഞ്ഞ് മാറും. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ ഏരിയ ഓഫ് എ സ്ക്വയർ. റോംബസ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2, വേർ D1 D2 ആർ ഓഫ് അൺഈക്വൽ ലെന്ത്. ഇനി സ്ക്വയറിൽ വരുമ്പോഴത്തേന് ഈ രണ്ട് ഡയഗണൽസും ഈക്വൽ ആയതുകൊണ്ട് ദ ഇക്വേഷൻ വിൽ ചേഞ്ച് ടു ഹാഫ് ഇൻറ്റു D സ്ക്വയർ. ദിസ് ഇസ് എ ഏരിയ ഓഫ് എ സ്ക്വയർ ഇൻ ടേംസ് ഓഫ് ഡയഗണൽ. സോ അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ കണ്ടു. ഇൻ ടേംസ് ഓഫ് സൈഡ് ആണെങ്കിൽ എ സ്ക്വയറും ഇൻ ടേംസ് ഓഫ് ഡയഗണൽ ആണെങ്കിൽ D സ്ക്വയർ ബൈ 2. ബോത്ത് ദിസ് ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. സോ സ്ക്വയറിന്റെ ഈ രണ്ട് ഇക്വേഷൻ ഓർക്കാം. വൺ ഇസ് ഇൻ ടേംസ് ഓഫ് ദ സൈഡ് and the other in terms of diagonal. So ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്, what is the area of the largest rhombus that can be drawn inside a rectangle of side 6 cm and 4 cm? നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് ഒരു റെക്ടാങ്കിൾ 6 cm 4 cm നീളമുള്ള, this side be 6 cm and this side be 4 cm. ഈ 6 cm 4 cm ലെന്തും ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്ടാങ്കിളിനകത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് റോംബസിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമുക്കറിയാം ഈ ഒരു റെക്ടാങ്കിൾസിന്റെ മിഡ് പോയിന്റ്സ് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കേ. വാട്ട് യു വിൽ ഗെറ്റ്? യു വിൽ ഗെറ്റ് എ റോംബസ്. ഓക്കെ, ബിക്കോസ് അവിടുത്തെ ഡയഗണൽ ലെന്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? This will be a D1. അപ്പോൾ ഇവിടെ D1 എന്ന് പറയുന്നത് will become the length of the rectangle. Length of the rectangle എന്താണ് ഇവിടെ? 6 ആവും. ആൻഡ് D2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണല്ലോ, D2 റോംബസിന്റെ. അപ്പോൾ ആ D2 എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ദിസ് ലെങ്ത്. ദാറ്റ് മീൻസ് ആ റെക്ടാങ്കിളിന്റെ നെക്സ്റ്റ് സൈഡ്, അതായത് 4 cm. സോ D1 D2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ് അല്ലേ. സോ ഏരിയ ഓഫ്
rhombus, the largest rhombus എന്നാണ് ചോദിക്കുന്നത്, will be half into d1 into d2. d1 is 6 into 4. So 2, 3, 3 into 4, 12 centimeter square. So this is the area of a rhombus. മനസ്സിലായോ? നമ്മൾ എടുത്ത റെക്ടാങ്കിളിനകത്ത് നമ്മൾ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റോംബസ് ആണ്. സോ d1 will become 6 centimeter and d2 will become 4 centimeter. And substituting the equation, we get the area as 12 centimeter square. Next quadrilateral, that is trapezium. ആദ്യം തന്നെ ട്രപ്പീസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ എന്തായിരിക്കും? It is actually a closed polygon that has 4 sides, 4 vertices and 4 angles. 4 ആംഗിൾസും 4 verticesഉം അതേപോലെ തന്നെ 4 കോർണേഴ്സും ഒക്കെ ഉള്ള 4 സൈഡുള്ള പോളിഗൺ ആണ് വാട്ട് എ ട്രപ്പീസിയം. അതിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 pair of opposite sides are parallel to each other. ട്രപ്പീസിയത്തിന്റെ ഒരു സൈഡ് മീൻസ് 1 pair. ഇപ്പൊ ട്രപ്പീസിയത്തിന്റെ 1 pair of opposite sides എന്തായിരിക്കും? They are parallel. ഈക്വൽ എന്നല്ല പറയുന്നത്, they are parallel. ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡും അതേപോലെ ഈ സൈഡും എന്താണ്? പാരലൽ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി ദിസ് സൈഡ് എ, ദിസ് സൈഡ് ബി ബി. ആൻഡ് ഇനി ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഏരിയ ഓഫ് എ ട്രപ്പീസിയം? ഏരിയ ഓഫ് എ ട്രപ്പീസിയം ആസ് പെർ ദിസ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ഹാഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി പാരലൽ സൈഡ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഞാൻ അതിനെ h എന്ന് പറഞ്ഞ് എടുക്കുവാണ് മുമ്പത്തെ പോലെ. സോ ഹാഫ് ഇൻറ്റു, ഇനി പാരലൽ സൈഡ്സ് രണ്ടും ഡിഫറെന്റ് ലെന്ത് ആണ് അല്ലേ? സോ അതിന്റെ അഡീഷൻ എടുക്കുക. ഹാഫ് ഇൻറ്റു a plus b into h. This is the equation where h എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇനി a b എന്ന് പറയുന്നത് പാരലൽ സൈഡ്സിന്റെ ലെന്തുകൾ. സോ ഹാഫ് ഇൻറ്റു a plus b into h ചെയ്യുന്നതാണ് ഏരിയ ഓഫ് എ ട്രപ്പീസിയം. അണ്ടർസ്റ്റുഡ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്താലോ? കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഷോൺ ബിലോ. അപ്പൊ നമുക്കിവിടെ ട്രപ്പീസിയം കാണിച്ചിട്ടുണ്ട്. അതിന്റെ 12 centimeter one side and this side is also parallel അല്ലേ? ഈ രണ്ട് സൈഡാണ് പാരലൽ. ലെറ്റ് ഇറ്റ് ബി എ ബി സി ആൻഡ് ഡി. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ആണ് അല്ലേ? സോ ഏരിയ ഓഫ് എ ട്രപ്പീസിയം ആസ് പെർ ദ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. ഇവിടെ എ എന്താണ്? ഒരു സൈഡ് 12 centimeter തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് 4 centimeter ആൻഡ് എച്ച് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അത് തന്നിട്ടില്ല, ബട്ട് ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് എച്ച് ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ എച്ച് ഇവിടെ അൺനോൺ ആണ് അല്ലെ? ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഈ സൈഡ് എ ഡിനെയാണ് നമ്മൾ എച്ച് ആയിട്ട് എടുത്തിരിക്കുന്നത്. ബട്ട് ആ എ ഡി എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയത്തില്ല, അൺനോൺ ആണ്. ബട്ട് ഇൻ ദിസ് ട്രയാങ്കിൾ എ ബി ഡി, using the Pythagoras theorem, we can find BD square, that is 13 square is equal to 12 square plus എന്താണ്? h square അല്ലെങ്കിൽ AD square ആണല്ലോ. or AD square will be equal to 169 minus 144, which is nothing but 25, or AD will be root 25, which is nothing but 5 centimeter. പേടി കിട്ടിയല്ലോ. യൂസിങ് ദ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തത് അല്ലേ? 13 centimeterഉം പിന്നെ 12 centimeter തന്നിട്ടുണ്ട്. ഈ സൈഡ് കണ്ടുപിടിച്ചാൽ മതി. സോ 13 square is equal to 12 square plus h square. ഓർ ഈ ഒരു ഹൈറ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എ ഡി ആണല്ലോ, ലെന്ത് തന്നെയാ. അപ്പൊ എ ഡി എന്ന് പറയുന്നത് എന്താണ്? 13 square minus 12 square അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 5 centimeter. അതിനി ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, വിച്ച് ഇസ് നത്തിങ് ബട്ട് 5 centimeter. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ ആസ്, ഇനി പ്യോർ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി 12 plus 4 into 5. 12 plus 4 is 16. 16 by 2, 8 വരും. So 8 into 5, which is equal to 40 centimeter square. So this is the area of this particular
trapezium. Parallelogram alla trapezium. Understood? Now the last section. ഇനി സംടൈംസ് നമുക്ക് ഇതേപോലത്തെ ക്വാഡ്രിലാറ്ററൽസും വരും അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ്. കാര്യം ഇതിന്റെ സൈഡ്സ് നോക്കിയേ, ലെറ്റ് ഇറ്റ് ബി എ ബി സി ഡി. ഈ സിയും എയും ഒരേ ലെവലിലൊന്നും അല്ല അല്ലേ? ഇവിടെ എ ആണെങ്കിൽ ഇവിടെ സി ബി ഡി. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, നമുക്കറിയാം ഇത് ഡയഗണൽ ആണ് അല്ലേ? ഈ ഡയഗണലിന്റെ ആ ഡയഗണലിലേക്ക് ടു ദ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ജോയിൻ ചെയ്യുന്ന രണ്ട് ലെന്തും കാണിച്ചിട്ടുണ്ട്. വൺ ഇസ് 4 cm ആൻഡ് അതർ 6 cm. അപ്പം ഇതെന്താണ് ഞാൻ H1 H2 എന്ന് പറഞ്ഞ് വിളിക്കാന്ന് വിചാരിക്കുക. കാര്യം ഇത് ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ. ആൻഡ് ദിസ് ഈസ് യുവർ ഡയഗണൽ. ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ തന്നിട്ട് അതിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് അഗെയിൻ ആൻ അനദർ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു, റോമസിന്റെ പഠിച്ചു, ട്രപ്പീസിയത്തിന്റെ പഠിച്ചു, പാലോഗ്രാമിന്റെ പഠിച്ചു. ഓൾറെഡി യുനോ സ്ക്വയറിന്റെ അല്ലേ, അത് ഇൻ ടേംസ് ഓഫ് ഡയഗണൽ കൂടെ നമ്മൾ കണ്ടു. ബട്ട് ഈ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ വരുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ നമ്മൾ ഈ പഠിച്ച ഫോർമുലാസ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അഗെയിൻ വാട്ട് യു ഹാവ് ടു ഡു, ദിസ് ഇസ് എ ഇക്വേഷൻ. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് പറയുന്നത്, ഏരിയ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇസ് ഹാഫ് ദി. ഓക്കെ, സോ ഞാനിവിടെ ഇക്വേഷനും എഴുതി പോവാണ്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ദി പ്രൊഡക്റ്റ് ഓഫ് മീൻസ് യു ഹാവ് ടു മൾട്ടിപ്ലൈ പ്രൊഡക്റ്റ് ഓഫ് എ diagonal and the sum of the perpendicular distances from the opposite vertices to the diagonal. അപ്പോൾ ഈ perpendicular distances from the opposite vertex എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? H1 ഉം H2 ആണല്ലോ. അതായത് ഓപ്പോസിറ്റ് വേർട്ടക്സസിന് ഓപ്പോസിറ്റ് വേർട്ടക്സിന് ഡയഗണലിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ. ഹിയർ നമ്മുടെ ഈ ഒരു പടത്തിൽ H1 plus H2 ആണ് അല്ലേ? സോ ഹാഫ് ഇൻറ്റു ഡയഗണൽ D ഇൻറ്റു H1 plus H2. സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സിൽ നിന്നുള്ള നമ്മൾ ഓപ്പോസിറ്റ് വേർട്ടക്സിലേക്ക് പോകുന്ന ഡിസ്റ്റൻസുകൾ സമ്മപ്പ് ചെയ്യുക, മൾട്ടിപ്ലൈങ് വിത്ത് ഡി, ദെൻ ഹോൾ ഡിവൈഡ് ബൈ 2. സോ ഇവിടെ നമുക്കിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഹാഫ് ഇൻറ്റു ഡയഗണൽ ലെങ്ത് ഇസ് ഗിവൺ ആസ് 8 cm ആൻഡ് H1 plus H2 ദാറ്റ് ഇസ് 4 plus 6. 4 plus 6. ഇവിടെ 2 4 വരും ആൻഡ് 4 ഇൻറ്റു 4 plus 6 is 10 which is equal to 40 centimeter square. Now this is the area of this special quadrilateral. ഈ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറി, അതായത് പാലോഗ്രാമിലോട്ടോ അല്ലെങ്കിൽ ട്രപ്പീസി എന്ന് പറയുന്ന ആ ക്വാഡ്രിലാറ്ററിലോട്ടൊന്നും നമുക്ക് അതിനെ അസൈൻ ചെയ്ത് വിടാൻ പറ്റില്ല. ഇതിന് ഈ ഒരു ഫോർമുല തന്നെ യൂസ് ചെയ്ത് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഹൗ? വാട്ട് ഈസ് ദ ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 plus H2, where D എന്ന് പറയുന്നത് ഡയഗണൽ ലെങ്ത് ആൻഡ് H1 H2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസസ് ഫ്രം ദ ഡയഗണൽ ടു ദ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ആണ്. അതിന്റെ രണ്ടിനെ സമപ്പെടുക്കുക, മൾട്ടിപ്ലൈങ് വിത്ത് ഡയഗണൽ ദ ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് കണ്ടത്? 40 centimeter square. Understood? With that, I am winding up the section. നമ്മൾ ഈ രണ്ടാം സെഷനിൽ കണ്ടത് ഏരിയാസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഏരിയാസ് ഓഫ് സ്ക്വയർ, rhombus, parallelogram, quadrilateral, and also we have seen the area of a trapezium. So stay tuned to Manorama Horizon for more interesting videos. Manorama Horizon. Learning made simple.